കൊല്ലമായി സൈക്കിളും മറ്റ് ടൂ വീലറും മാത്രം പോകുന്ന കഷ്ടിച്ച ഈ പാലം ഒരു വലിയ പാലം വേണമെന്നുള്ള വസ്തുത വന്നത്. അപ്പോൾ ഇത് ഒരു അരനൂറ്റാണ്ടിന്റെ ആവശ്യമാണ് യാഥാർത്ഥ്യമാക്കുന്നത്. ഒരുപാട് സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായിരുന്നു, എല്ലാം പരിഹരിച്ച് ഇത് യാഥാർത്ഥ്യമാക്കാനായത് ജനകീയ വിജയമാണ്. ഇപ്പോഴാണ് ഈ സ്ഥലം ഒരു പുതിയ പാലമായത്. ഈ നാടിന്റെ ദീർഘകാലം ഞാൻ 2006 ഞാൻ ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് സെക്രട്ടറി അന്ന് ഈ പറയഞ്ചേരി മേഖലാ കമ്മിറ്റിയും ടൗൺ മേഖലാ കമ്മിറ്റിയും ഒരു പ്രമേയം അവതരിപ്പിച്ചിരുന്നു, പുതിയ പാലം യാഥാർത്ഥ്യമാക്കണമെന്ന്. അത് 2006 അപ്പോൾ അതിന്റെയും 10-20 വർഷം മുമ്പ് ഈ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഒരു 50 കൊല്ലമായി സൈക്കിളും മറ്റ് ടൂ വീലറും മാത്രം പോകുന്ന കഷ്ടിച്ച ഈ പാലം ഒരു വലിയ പാലം വേണമെന്നുള്ള വസ്തുത വന്നത്. അപ്പോൾ ഇത് ഒരു അരനൂറ്റാണ്ടിന്റെ ആവശ്യമാണ് യാഥാർത്ഥ്യമാക്കുന്നത്. ഒരുപാട് സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായിരുന്നു, എല്ലാം പരിഹരിച്ച് ഇത് യാഥാർത്ഥ്യമാക്കാനായത് ജനകീയ വിജയമാണ്. LDF സർക്കാരിന്റെ എല്ലാവരെയും യോജിപ്പിച്ചുള്ള ഇച്ഛാശക്തിയോടുകൂടിയുള്ള മുന്നേറ്റത്തിന്റെ വിജയമാണ്. ഈ പാലം ഈ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ദീർഘകാലത്തെ സ്വപ്നമാണ്. ആ സ്വപ്നമാണ് യാഥാർത്ഥ്യമുള്ളത്. അതെ, ഇതുപോലുള്ള പാലങ്ങൾ ജനങ്ങൾ LDF സർക്കാരിന്റെ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് LDF സർക്കാർ കടന്നു വരുന്നതിന്റെ പാലം കൂടിയാണ്. ഈ നാടിന്റെ സ്വപ്നമാണ് ഇവിടെ പൂവണിഞ്ഞിട്ടുള്ളത്, യാഥാർത്ഥ്യമായത്. എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് LDF സർക്കാർ മുന്നോട്ട് പോയതിന്റെ ഭാഗമാണിത് യാഥാർത്ഥ്യമായത്. ഞാൻ ഓർക്കുന്നൊരു 10-20 വർഷം മുമ്പ് ഡിവൈഎഫ്ഐയുടെ സമ്മേളനത്തിൽ ഞാനന്നിവിടെ ബ്ലോക്ക് സെക്രട്ടറി ആയിരുന്നു. അന്ന് ഇവിടെയുള്ള പാലത്തിന്റെ ഈ ഭാഗത്തുള്ള പറയഞ്ചേരി മേഖലാ കമ്മിറ്റിയും പാലത്തിന്റെ അപ്പുറത്തെ ഭാഗത്തുള്ള ടൗൺ മേഖലാ കമ്മിറ്റിയും പാലം വേണമെന്നുള്ള പ്രമേയം അവതരിപ്പിച്ചത് ഞാൻ ഓർക്കുകയാണ്. അതിനേക്കാൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഈ പാലത്തിന്റെ ആവശ്യം ജനങ്ങൾ ഇവിടെ പറയുന്നു. ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. ആ പ്രതിസന്ധികളെല്ലാം തട്ടിമാറ്റിയാണ് ഇത് യാഥാർത്ഥ്യമാക്കാനായത്. ഇവിടുത്തെ MLA ശ്രീ അഹമ്മദ് ദേവർകോവിൽ, അതുപോലെ മറ്റ് ജനപ്രതിനിധികൾ, മുൻ ജനപ്രതിനിധികൾ എല്ലാവരും ചേർന്നുകൊണ്ട് മുന്നോട്ട് പോയി. കോഴിക്കോട് കോർപ്പറേഷനിൽ മാതൃകാപരമായ നിലപാട് സ്വീകരിച്ചു. പൊതുമരാമത്ത് വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും കൂടെ നിന്നു. ഇത് ജനങ്ങളുടെ വിജയമാണ്. ജനങ്ങളെ ചേർത്ത് നിർത്തിയ സർക്കാരിന്റെ ഇടപെടലിന്റെ വിജയമാണ്. ഏത് പ്രതിസന്ധിയെയും തട്ടിമാറ്റി വികസനം യാഥാർത്ഥ്യമാക്കാനുള്ള ഇച്ഛാശക്തിയുടെ പേരാണ് LDF സർക്കാർ എന്നുള്ളതിന്റെ പ്രഖ്യാപനമാണ് ഈ പുതിയ പാലത്തിന്റെ ഈ നിർമ്മാണം പൂർത്തീകരിച്ചത്. ഇത് എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഇതുപോലുള്ള വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകും. ഈ പാലം ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് LDF സർക്കാർ കടന്നു വരുന്ന പാലമാണ്. ആ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് എന്തൊക്കെയാണോ അതിനൊക്കെ സാധ്യമാകുന്നതെല്ലാം ചെയ്യും.